എല്ലാവർക്കും നമസ്കാരം. എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? പാവ് ബജ്ജി. എങ്ങനെയാണ് പാവ് ബജ്ജി ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ആദ്യം നമ്മൾ വെജിറ്റബിൾ എല്ലാം കൂടെ നന്നായിട്ട് വേവിക്കണം. എനിക്കത് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിഫ്ലവർ ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. കോളിഫ്ലവർ ഒരു പകുതി, പിന്നെ പൊട്ടറ്റോ 2 ഒരു വലിയ ക്യാരറ്റ്, പിന്നെ കുറച്ച് ഗ്രീൻ പീസ്, അതിൻ്റെ കൂടെ ഒരു വലിയ തക്കാളി. ഇത്രയും സാധനങ്ങളിട്ടാണ് ഞാൻ വേവിക്കുന്നത്. നല്ലോണം വേവിച്ച് ഒരു 3-4 വിസിൽ വേണം. അതിൻ്റെ കൂടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിക്കണം. എന്നിട്ട് നല്ലപോലെ അത് ഉടച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് ഒരു പാനിനകത്ത് കുറച്ച് കൂടുതൽ ബട്ടറും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായി ചൂടായി കഴിയുമ്പം നമ്മുടെ സവാളക്കൂട്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. സവാള നല്ല കുനുകുനാന്നരിഞ്ഞായിരിക്കണേ. എന്നിട്ട് നമ്മൾ ഈ സവാള നല്ലപോലെ വഴറ്റണം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് ഒരു പച്ചമുളക്. എനിക്ക് ഇവിടെ പിള്ളേർക്കൊന്നും മുളക് അത്ര മീൻസ് എരിവ് ഒത്തിരി ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു മുളകേ ഇട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ആ മുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം. ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷെ നല്ലപോലെ വാടിയൊരു പിങ്ക് കളർ ആവണം. നല്ല പിങ്ക് കളറായി കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് മസാല കൂടെ ചേർക്കാൻ പോവാണേ. പിന്നെ നമ്മുടെ പാവ് ബജ്ജി മസാല കാര്യം മറക്കരുത്. അത് നമ്മൾ ആദ്യമേ മേടിച്ച് വെക്കണം. അത് പിന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തോന്നും, പക്ഷേ അതിൻ്റെ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ മസാല മേടിക്കുമായിരുന്നേ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഈ നമ്മുടെ പാവ് ബജ്ജി മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഈ മസാലയുടെ എല്ലാം പച്ചമണം നല്ലപോലെ മാറുന്നിടം വരെ വഴറ്റണം. നമുക്ക് ഈ സമയത്താണെങ്കിൽ നമുക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഓൾറെഡി തക്കാളിക്ക അതിനകത്ത് വേവിക്കാൻ വെച്ചില്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ചേർക്കുന്നില്ല. അങ്ങനെ നല്ലതായിട്ട് എല്ലാം കൂടെ നല്ലപോലെ വേവിച്ച് നല്ലപോലെ മസാലയുടെ ഇതെല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ ഉണ്ടല്ലോ, അവന്മാരെ ഇതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുക. നല്ലവണ്ണം അതിൻ്റെ പച്ചവണ്ണമൊക്കെ മാറി നമ്മളങ്ങനെ എടുക്കണം. എന്നിട്ട് നല്ല അടിപൊളി പാവ് ബജ്ജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ബട്ടറും കൂടെ ചേർത്താൽ സൂപ്പറാണ്. ബട്ടർ എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. പിന്നെ നമ്മുടെ ബന്നിലാട് കൂടെ കട്ട് ചെയ്തിട്ട് വീണ്ടും ബട്ടറിനകത്ത് ഇപ്പുറത്തും നല്ലപോലെ ഇട്ട് അതും ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞിട്ട് നമ്മുടെ പാവ് ബജ്ജി മസാലയും ഈ ബണ്ണും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അതിനെ കൂട്ടി അങ്ങോട്ട് കഴിക്കണേ. എന്താ ടേസ്റ്റ് എന്ന് പറയാൻ ഞാൻ മോന് കൊടുത്തു. നല്ല സൂപ്പറാന്ന് പറഞ്ഞു. അവർ കഴിച്ചു, ഞങ്ങളെല്ലാവരും കഴിച്ചു. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.